ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ബറോസ് എന്ന സിനിമയുടെ റിലീസ് കഴിഞ്ഞാൽ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമകളുടെ വലിയൊരു തിരക്കുകളിലേക്ക് പോകുമെന്ന് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളിൽ മാത്രമല്ല അപ്ഡേറ്റുകളുടെ തിരക്കിലാണ് ലാലേട്ടൻ എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം നോക്കുകയാണെങ്കിൽ പുലിമുരുകൻ മുതൽ ഇങ്ങ് എമ്പുരാൻ വരെയുള്ള ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് തുടർച്ചയായിട്ട് ലാലേട്ടൻ്റെതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കം തന്നെ പുലിമുരുകൻ എന്ന സിനിമയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ സിനിമയുടെ ലാഭവിഹിതത്തിനെ കുറിച്ചുള്ള ഒരു വിവാദമെല്ലാം തന്നെ ഉണ്ടാക്കാനായിട്ട് ലാലേട്ടൻ വിമർശകർ ശ്രമിച്ചു. എന്നാൽ അതെല്ലാം തന്നെ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പേരിലെ സാമ്യത കൊണ്ടാകാം ടോമിച്ചൻ മുളകുപാടവും ടോമൻ തച്ചങ്കരിയും ഒരേ ആളാണെന്നൊക്കെ കരുതിയ സോഷ്യൽ മീഡിയയിൽ കൂടി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കാണാനായിട്ട് കഴിഞ്ഞു. എന്തായാലും പുലിമുരുകന്റെ നിർമ്മാതാവിന്റെ പോസ്റ്റ് പുറത്തു വന്നതോടെ വിമർശകരുടെ നെഞ്ചിൽ ആണി നിറക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ലാലേട്ടന്റെ കാര്യത്തിൽ കണ്ടത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പുലിമുരുകനിലൂടെ തുടങ്ങിയ കഴിഞ്ഞ ആഴ്ച എമ്പുരാന്റെ എല്ലാ ദിവസവുമുള്ള പോസ്റ്ററുകൾക്കിടയിൽ ഈ കാണുന്ന ഹെലികോപ്റ്റർ പോസ്റ്റർ കൂടി വന്നത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ലാലേട്ടൻ ചർച്ചകൾക്കിടയാക്കി. ഇതിനിടയിൽ എമ്പുരാന്റെ അപ്ഡേറ്റുകൾക്കിടയിൽ ലാലേട്ടന്റെ അടുത്ത എമ്പുരാന് ശേഷം റിലീസിനൊരുങ്ങുന്ന തുടരുമെന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വന്നപ്പോൾ ആ ഫസ്റ്റ് സിംഗിളും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയും 1 മില്യണിലധികം വ്യൂവേഴ്സ് വെറും 24 മണിക്കൂറിൽ യൂട്യൂബിൽ ആ ഗാനം നേടിയെടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് ഇടയായി. അങ്ങനെ തുടർച്ചയായി വരാനിരിക്കുന്ന ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കിടയിലാണ് ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്നത്. അത് അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ സിനിമയുടേതായിരുന്നു. സിനിമയുടെ പ്രഖ്യാപനത്തിന് അത്ര നല്ല അഭിപ്രായങ്ങളല്ല സോഷ്യൽ മീഡിയ നൽകിയത്. അതേസമയം സിനിമയുടെ പ്രഖ്യാപനത്തിൽ ഡള്ളായി നിൽക്കുന്ന ആരാധകരെ തേടി തൊട്ടടുത്ത ദിവസം തന്നെ ദൃശ്യം 3 എന്ന സിനിമയുടെ പ്രഖ്യാപനം നൽകിയാണ് ലാലേട്ടൻ മറുപടി നൽകിയത്. അങ്ങനെ ദൃശ്യം 3 എന്ന സിനിമയുടെ പ്രഖ്യാപനം വന്നതോടെ തന്നെ നമ്മുടെ കേരളത്തിൽ എന്നല്ല ഇന്ത്യ മുഴുവൻ അത് ചർച്ചയാകുന്ന, അതോടൊപ്പം തന്നെ ദൃശ്യം 3 ഹിന്ദിയിലെല്ലാം തന്നെ ആദ്യം ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന ലെവലിലേക്ക് ചർച്ച പോകുന്ന ഒരു കാഴ്ച അവർ കണ്ടു. അങ്ങനെ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകൾക്കിടയിൽ ഈ ഫെബ്രുവരി മാസം ലാലേട്ടൻ അഭിനയിച്ച 2 സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള സ്റ്റില്ലുകളും ഇന്നലെ പുറത്തു വന്നിരുന്നല്ലോ. അതിലൊന്ന് സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള മാളവിക മോഹനോടൊപ്പമുള്ള ലാലേട്ടൻ ചിത്രങ്ങളാണെങ്കിൽ മറ്റൊന്ന് മൾട്ടി സ്റ്റാർ സിനിമയുടെ വരാനിരിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയുടെ സെറ്റിൽ നിന്നുള്ള മമ്മൂട്ടിയോടൊപ്പമുള്ള ലാലേട്ടൻ ചിത്രങ്ങളാണ്. സിനിമയുടെ സെറ്റിൽ നിന്നും പുറത്തു വന്ന ഏറ്റവും പുതിയ സ്റ്റില്ലുകൾക്ക് അത്ര മികച്ച അഭിപ്രായങ്ങളല്ല പുറത്തു വന്നെങ്കിലും ലാലേട്ടന്റെ ലുക്കിന്, ലാലേട്ടന്റെ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിന് മികച്ച അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അത് മിനിറ്റുകൾക്കുള്ളിൽ തരംഗമാകുന്ന ഒരു കാഴ്ചയും കണ്ടു. അങ്ങനെ ആകെ മൊത്തത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്ഡേറ്റുകളിലൂടെ കണ്ടത്. എന്തായാലും ഇവിടെ അപ്ഡേറ്റുകൾ തീരുന്നില്ല. ഇനി എമ്പുരാന്റെ ഒരുപാട് അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ പുതിയ സിനിമയുടെ പ്രഖ്യാപനം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കും കൂടുതൽ വാർത്തകൾക്ക്.